2026 ജൂലൈ 8 എന്ന തീയതി അമേരിക്കക്കും ട്രംപിനും ചരിത്രത്തിൽ ഒരിക്കൽ പോലും മറക്കാൻ സാധിക്കാത്തതാണ്. ആ തരത്തിലായിരുന്നു കൃത്യതയോടുകൂടി ട്രംപിനെ വധിക്കാനുള്ള ഇറാൻ്റെ പ്ലാൻ തയ്യാറായത്. ഇറാൻ്റെ വാടക കൊലയാളികൾ ട്രംപിൻ്റെ താമസ മുറി വരെ സ്കെച്ച് ചെയ്തു എന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിസ്സാരമായിരിക്കുന്ന സംഭവമൊന്നുമല്ല യഥാർത്ഥത്തിൽ തുർക്കിയിൽ നടന്നത് എന്ന് ചുരുക്കം. കൃത്യതയോടുകൂടി മിസൈൽ പായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രതലത്തിൽ നിന്ന് ആക്രമിച്ച് കൊലപ്പെടുത്താനോ ഇറാൻ തയ്യാറായിരുന്നു എന്നുള്ളതും ഇറാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും ഇപ്പോൾ തെളിവടിസ്ഥാനത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. അങ്കാറ ഒരു രക്തരൂക്ഷിതമായിരിക്കുന്ന മേഖലയായിട്ട് അന്ന് മാറുമായിരുന്നു. ഒരു നിസ്സാര സമയത്തിനിടയിലാണ് ട്രംപിന് രക്ഷപ്പെടാൻ വേണ്ടി സാധിച്ചത്. കംപ്ലീറ്റ് സ്കെച്ച് ഇടാൻ വേണ്ടിയിട്ട് ഏകദേശം 100ഓളം ഇറാൻ്റെ പ്രോക്സി വിഭാഗങ്ങൾ അങ്കാറയ്ക്ക് ചുറ്റും വലയം ചെയ്തിരുന്നു. അതീവ രഹസ്യമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല ആളുകൾക്കും മനസ്സിലാകാത്ത വിധമായിരുന്നു ഇതിന് സംവിധാനമൊരുക്കിയത് എന്നുള്ളതാണ്. ട്രംപിൻ്റെ താമസ ഹോട്ടലിൽ ആ മുറി ഏതാണ് എന്ന് പോലും ചോർന്നു പോയിട്ടുണ്ട്. സൈനികർ വളരെ കൃത്യതയോടുകൂടി നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് ഈ ചോർച്ച നടന്നത് എന്നതിനെക്കുറിച്ചുള്ള വിവരമില്ല. സൈനിക വാഹനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം ചോർത്തപ്പെട്ടു. കൃത്യമായിരിക്കുന്ന നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. വിമാനത്തിലെ കാറ്ററിംഗ്, അത് രക്ഷപ്പെട്ട റൂട്ടാണ് പറയുന്നത്. വിമാനത്താവളത്തിലെ കാറ്ററിംഗ് ട്രക്കിൽ ട്രംപിനെ ഒളിപ്പിച്ച് കടത്തി അതീവ രഹസ്യമായ രീതിയിൽ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഈ രഹസ്യങ്ങൾ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ് 2 റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഒന്ന്, ഈ അങ്കാറിൽ വെച്ച് ട്രംപിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഇറാൻ തീരുമാനിച്ചതുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ ഈ സംവിധാന കാര്യങ്ങളിലുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില വിവരങ്ങൾ ചോർന്ന് കിട്ടി. അത് ഇസ്രായേലിനാണ് കിട്ടിയത്, അത് അമേരിക്ക കൈമാറി എന്ന് പറയുന്നു. 2ാമത്തെ റിപ്പോർട്ടിൽ കാണുന്നത് അത് തുർക്കിക്ക് തന്നെയാണ് അത് യഥാർത്ഥത്തിൽ കിട്ടിയത് എന്നുള്ളതാണ്. മാത്രമല്ല, തുർക്കിയിൽ വെച്ച് ഒരു അമേരിക്കൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അതിൻ്റെ രക്തക്കറ തുർക്കിക്ക് മാഞ്ഞു പോവുകയില്ല. അത്രയ്ക്ക് ഭീകരമായിരിക്കും ആ മരണം എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഒരിക്കൽ പോലും ഇതിന് കൂട്ടു നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ആയതിനാൽ എന്ത് ചെയ്തിട്ടുണ്ട്, തുർക്കിയുടെ രഹസ്യാന്വേഷണ ഏജൻസി ഈ വിവരം അമേരിക്കയെ അറിയിച്ചു എന്നും പറയുന്നു. അത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തുന്ന കാര്യം എന്ന് പറഞ്ഞത്, ഈ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ച സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ 22ലധികം ഹമാസിൻ്റെ നേതാക്കന്മാർ സംഗമിക്കുന്ന ഒരു വളരെ പ്രധാനമായിരിക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു ഖത്തറിൻ്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാനെ കേന്ദ്രീകരിച്ച് കൊണ്ടുവന്നത്. ഇവിടെ അതിശക്തമായിരിക്കുന്ന ആക്രമണം ഇസ്രായേൽ നടത്തും എന്ന വിവരം തുർക്കിയുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ രഹസ്യാന്വേഷണ ഏജൻസിയാണ് ചോർത്തിയത്. അത് ചോർത്തിയിട്ട് അത് ഖത്തറിന് നൽകി ഇങ്ങനൊരു സംഭവം വരാൻ പോകുന്നുണ്ട് എന്നുള്ളത്. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ മേഖലയിലേക്ക് ഹമാസിൻ്റെ ആളുകൾ ഉള്ളവരെ ഒഴിപ്പിക്കുകയും വരാത്തവരെ അത് തടഞ്ഞു നിർത്തുകയും ചെയ്തു. അങ്ങനെയാണ് വലിയ രീതിയിലുള്ള മരണം അവിടെ നടക്കാതെ പോയത്. മാത്രവുമല്ല, ഇസ്രായേലിൻ്റെ ദൗത്യം അവിടെ പരാജയപ്പെട്ടതും അതുകൊണ്ടാണ് എന്ന് അന്ന് തന്നെ റിപ്പോർട്ട് വന്നു. അപ്പോൾ രഹസ്യാന്വേഷണ ഏജൻസി തുർക്കിയുടേത് ശക്തമാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് അന്ന് തന്നെ ഇത് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. ഇനി ഈ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഈ ട്രംപിനെ കൃത്യമായ രീതിയിൽ ഇറാൻ ഫോളോ ചെയ്തു. ഉച്ചകോടി നടക്കുന്ന സ്ഥലത്തിന് സമീപം തോളിൽ വെച്ച് തൊടുക്കാവുന്ന തരത്തിലുള്ള മിസൈലുകൾ വഹിച്ചുള്ള ചിലരെ കാണാൻ വേണ്ടി സാധിച്ചു. അത് ഏത് തരത്തിലാണ് എന്നുള്ളത് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. കാര്യം എന്ന് പറയാം, അതിൽ പറയുന്നത് ആ മേഖലയിലുള്ള, അതായത് അങ്കാറയിൽ നടക്കുന്ന ഈ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രദേശത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിയമിച്ച ആളുകളാണ് ഇവർ എന്ന് പലരും സംശയിച്ചു. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ആളൊഴിഞ്ഞ മേഖലകളിലും ഇത്തരം മിസൈലുകൾ വഹിച്ചുകൊണ്ടുള്ള ഈ ആളുകളെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വിമാനങ്ങളെ ലക്ഷ്യമാക്കാൻ കഴിയുന്ന ഉപരിതല മിസൈലുകളാണ് ഇത് എന്നും റിപ്പോർട്ട് ചെയ്യുന്നു. അഥവാ ട്രംപ്
ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണെങ്കിൽ, വിമാനം ഉയരുകയാണെങ്കിൽ ആ സമയത്ത് തന്നെ ഈ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താനായിരുന്നു പ്ലാൻ എന്നാണ് പറയുന്നത്. എയർഫോഴ്സ് 1 കയറി, പിന്നെ ആ രക്ഷപ്പെട്ട രീതിയാണ് പറയുന്നത്. എയർഫോഴ്സ് 1 കയറി മിനിറ്റുകൾക്കുള്ളിൽ കാറ്ററിംഗ് ട്രക്കിലേക്ക് ഓടിക്കയറി അവിടെ നിന്ന് ഈ ട്രക്കുകളിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റൊരു വിമാനത്തിൽ കയറി. ആ വിമാനത്തിൽ കയറി എന്ന് പറയുന്നത് C-32 എന്ന ചെറിയ സൈനിക വിമാനത്തിൽ ഓടിക്കയറി ബ്രിട്ടനിലേക്ക് കുതിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ വിമാനമായിരിക്കും, ട്രംപിൻ്റെ വിമാനമായിരിക്കുന്നത് എയർഫോഴ്സ് 1 കയറിയിട്ടുണ്ട്, പിന്നീട് അത് ഇറങ്ങിയത് പല ആൾക്കാരും കണ്ടിട്ടില്ല, കയറിയത് പല ആൾക്കാരും കണ്ടിട്ടുണ്ട്. പിന്നെ വെറുതെ ആ വിമാനം ആകാശത്തേക്ക് ഉയർന്നു പൊന്തി. അതെന്തിനാ? ട്രംപ് ഇതിലുണ്ട്, പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ മറ്റൊരു വിഷയം വന്നത്, ഈ ഒരു സംഭവം ചോർന്നു പോയി, അഥവാ വിമാനം മാറിക്കയറിക്കൊണ്ട് മറ്റ് തന്ത്രങ്ങളോ മറ്റ് രീതിയിലുള്ള കാര്യങ്ങളോ അമേരിക്ക ഉപയോഗിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇറാൻ അറിഞ്ഞതോടുകൂടി അവർ ആക്രമണത്തിൽ നിന്ന് പിന്മാറി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ വിവാദമായിരിക്കുന്ന വിഷയത്തിലൊന്ന്, എയർഫോഴ്സ് 1 ജീവനക്കാർക്ക് ഈ കാര്യം അറിയില്ലായിരുന്നു, അവരെ പോലും അറിയിച്ചിട്ടില്ല. അഥവാ നശിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മരിക്കുകയാണെങ്കിൽ അവർ മരിക്കട്ടെ, എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമല്ലോ എന്ന് ട്രംപ് ആലോചിച്ചു എന്നാണ് പറയുന്നത്. അതാണ് പ്രശ്നം ഉണ്ടാകാൻ കാരണം. അന്വേഷണത്തിൽ ട്രംപിനെതിരെ ഈ ജീവനക്കാരൊക്കെ തിരിയാനുള്ള കാരണവും അതുതന്നെയാണ്. വധശ്രമം അമേരിക്കയെ അറിയിച്ചത് ഇസ്രായേൽ ആണെന്നും അല്ല തുർക്കിയാണെന്നുമുള്ള 2 അഭിപ്രായമുണ്ട്. പ്രബലമായിരിക്കുന്ന അഭിപ്രായം തുർക്കിയാണ് എന്നുള്ള കാര്യം നമ്മളത് പറഞ്ഞു. ട്രംപിനോടുള്ള വൈരാഗ്യം ഇറാൻ്റെത്, അതിനെക്കുറിച്ചുള്ള വിശദീകരണ കുറിപ്പിൽ ഇങ്ങനെ കാണുന്നു. ട്രംപിനോടുള്ള വൈരാഗ്യം എന്ന് പറയുന്നത് ഇപ്പോഴത്തുള്ള വൈരാഗ്യമൊന്നുമല്ല, പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വൈരാഗ്യമുണ്ട്. ഇറാൻ്റെ സൈനിക മേധാവിയായിരുന്ന ഖാസിം സുലൈമാനിയെ ബാഗ്ദാദിൽ വെച്ച് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിലാണ് ആക്രമിച്ച് കൊലപ്പെടുത്തി എന്ന് മാത്രമല്ല, ആ റിപ്പോർട്ടിൻ്റെ ഭാഗം പറയുന്നത് ഈ ഖാസിം സുലൈമാനിയെ വധിക്കുന്നത് എനിക്ക് നേരിട്ട് കാണണം എന്ന് പറഞ്ഞ് അത് ലൈവായ രീതിയിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് കണ്ടിട്ടുണ്ടെന്നുള്ള. കഴിഞ്ഞ പ്രാവശ്യം അമേരിക്കയുടെ പ്രസിഡൻ്റായി ട്രംപ് നിൽക്കുന്ന സമയത്ത് 2006 ആ കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം കൂടി എവിടെ ഉണ്ടായിട്ടുണ്ട്, ഇവിടെ നടത്തിയിട്ടുണ്ട്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഷോക്കായിരുന്നു. രാജ്യത്തിൻ്റെ പ്രസിഡന്റ് റിട്ടയർഡായി കഴിഞ്ഞാൽ ഖാസിം സുലൈമാനി ഇറാൻ്റെ പ്രസിഡൻ്റായിട്ട് വരാൻ സാധ്യതയുള്ള ആളും ആത്മീയ നേതാവായിരിക്കുന്ന അലി ഖംനായുമായി നേരിട്ട് വലിയ സൗഹൃദ ബന്ധം വെച്ച് പുലർത്തുന്ന സൈനിക കമാൻഡറുമാണ്. അപൂർവമായിരിക്കുന്ന കമാൻഡറുകളിൽ വിശ്വസനീയമായിരിക്കുന്ന ഒരു കമാൻഡറുടെ പേരായിട്ട് പറയുന്നത് അദ്ദേഹത്തിനാണ് കൊല്ലപ്പെടുന്നത്. ട്രംപിന് ഇതിന് ഇപ്പോൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഖംനായുടെ മരണാനന്തര ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിന് മരണം എന്ന ബാനറുകൾ വ്യാപകമായ രീതിയിൽ ഉയർന്നു പൊന്തിയിട്ടുണ്ട്. ട്രംപിനെ വധിക്കും എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു, അഭിപ്രായപ്പെടുന്നു. അപ്പോൾ ഖംനായുടെ മരണാനന്തര ചടങ്ങിൽ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നത് ഇറാൻ്റെ നിലപാട് ലോകത്തോട് ഉറക്കെ പറയാനുള്ള അവരുടെ ധൈര്യമായിരുന്നു. അതാണ് ഖംനായുടെ മരണം എന്നതിൽ പറഞ്ഞത്. ഇപ്പോൾ അടുത്ത ഘട്ടം പറയുന്നത്, അമേരിക്കക്കകത്ത് ട്രംപിനെ വധിക്കാൻ വേണ്ടി ആളുകളെ വിലക്കെടുത്തുകൊണ്ടുള്ളൊരു പ്രവർത്തനം ഇറാൻ ആരംഭിച്ചിട്ടുണ്ട്. ആര് എങ്ങനെ എന്ന് പറയാൻ വേണ്ടി സാധിക്കില്ല. അഥവാ അകത്തും പുറത്തും ജീവഭയമുള്ള ഒരു പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് മാറിയിരിക്കുന്നു. പുറത്തോട്ട് പോകാൻ പറ്റില്ല. അങ്കാറിൽ നമ്മൾ കണ്ടല്ലോ, ഈ സ്ത്രീകളൊക്കെ കക്കൂസിൻ്റെ കോണിയൊക്കെ ഇറങ്ങിയിട്ട് ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വല്ലാത്ത രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നതിനാണ്. അകത്താണ് ഈ പറയുന്നത്, പ്രത്യേകമായിരിക്കുന്ന ട്രെയിനിങ് ലഭിച്ചിരിക്കുന്ന ആളുകളോ മറ്റോ ഇറാൻ ആ മേഖലയിലും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. വൻതോതിൽ പണം നൽകിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നു. അമേരിക്കയുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന സൈനികരുടെ ഇമെയിൽ ചോർത്തി ഇറാനിലെ ഹാക്കർമാർ അതീവ രഹസ്യ കാര്യങ്ങൾ സർക്കാരിന് കൈമാറുകയും ചെയ്തു. സർവ്വ മേഖലയിലും അമേരിക്കയെ ഉടച്ചു വാർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ചെയ്തത് എന്നുള്ളതും ഇറാൻ ആ കാര്യത്തിലൊക്കെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ ഒടുവിലത്തെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുകയാണ്. ഇതിനെ അതിജീവിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ
ട്രംപ് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല മാനസികമായ രീതിയിൽ പോലും തകർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു രാജ്യത്തേക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എത്രോനും വലിയ സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കും, നമുക്കറിയാവുന്നതാണ്. വലിയ സംവിധാന കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. എന്നാൽ ഇപ്പോഴത്തെ ട്രംപിനെ സ്വീകരിക്കാൻ പോലും ആരുമില്ല, പോകാൻ ഇയാൾക്കൊട്ട് ധൈര്യവുമില്ല എന്ന അവസ്ഥയിലേക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരേ ഒരു അമേരിക്കൻ പ്രസിഡൻ്റാണ് എത്തിയത്. അയാളുടെ പേര് ഡൊണാൾഡ് ട്രംപ് ആണ് എന്ന്.